2 ചെറിയ പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, 2 പഴുത്ത തക്കാളി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ അങ്ങ് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. ഒരു 6 മുട്ട ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു തവയിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ തവയിലേക്ക് മുട്ട മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് വിതറി കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി വിതറി കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇത്രയും മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതേ തവയിലേക്ക് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കണം. ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച മസാല മിക്സ് ഇല്ലേ, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക്, മല്ലി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കൂടിയിട്ട് പേസ്റ്റാക്കിയത് തക്കാളിയും അതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്. മൊത്തത്തിൽ അങ്ങ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അടിപൊളി ഗ്രേവിയാണ് മുട്ട ഗ്രേവി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മസാലയാക്കിയ മിക്സിയിൽ തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് തിള വന്നാൽ അതിലേക്ക് ഈ മുട്ട ഫ്രൈ ആക്കി എടുത്തതില്ലേ, അത് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യാൻ മറക്കരുത്. അത്രയും ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, ബട്ടർ നാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കാം. മൊത്തത്തിൽ അങ്ങ് മിക്സായാൽ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശ, പത്തിരി, മുട്ടയപ്പം, ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവിയാണ്. ലാസ്റ്റ് കുറുകിയിട്ട് ഇതുപോലെ ഉണ്ടാകും. താങ്ക് യു.